മക്കളെ, കീമിൽ എഞ്ചിനീയറിംഗ് കോഴ്സുകളുടെ റൗണ്ട് 1 അലോട്ട്മെൻറ്റ് റിസൾട്ട് പബ്ലിഷ് ചെയ്തിരുന്നു. അപ്പോൾ ആ അലോട്ട്മെൻറ്റിൽ സീറ്റ് കിട്ടിയ കുട്ടികൾ എന്ത് ചെയ്യണം, കിട്ടിയിട്ടില്ലാത്ത കുട്ടികൾ എന്ത് ചെയ്യണം, അതുപോലെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ ആദ്യം തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് നോക്കിയേക്കുക. അതിലാണ് പ്രൊസീജിയർ പറഞ്ഞിരിക്കുന്നത്. ഈ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ, അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾക്കുണ്ടാവുന്നൊരു സംശയമാണ്. അതായത് എങ്ങനെയാണ് എൻ്റെ അലോട്ട്മെൻറ്റ് മെമ്മോ എടുക്കുക, അല്ലെങ്കിൽ എന്താണ് ഡേറ്റ ഷീറ്റ്, എങ്ങനെയാണ് ഫീ പേ ചെയ്യേണ്ടത്, എത്ര രൂപയാണ് ഫീ എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ അതായത് നിങ്ങൾ അലോട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അപ്പോൾ സീറ്റ് എടുക്കണോ എടുക്കണ്ടയോ, അല്ലെങ്കിൽ എടുത്താൽ എന്ത് സംഭവിക്കും, എടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഈ കാര്യങ്ങൾ ആദ്യ വീഡിയോയിലാണ്. ഇത് അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു പ്രൊസീജിയർ മാത്രമാണ് ഈ വീഡിയോയിൽ. ഓക്കെ, അപ്പോൾ നോക്കുക. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ce.kerala.gov.in എന്നുള്ള സൈറ്റിൽ കയറുക. ഇങ്ങനെ നിങ്ങളൊരു സൈറ്റിൽ കയറുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു പേജ് കാണാം. ആ പേജ് നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്താൽ ഇവിടെ പ്രോസ്പെക്ടസ് ഉണ്ട്, നോട്ടിഫിക്കേഷൻ, ആൻസർ കീ, ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ കാറ്റഗറി ലിസ്റ്റ് കാണണമെങ്കിൽ ഇവിടെ നോക്കാം. നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് ഫുള്ള്, നിങ്ങളുടേത് മാത്രമല്ല ഫുൾ ലിസ്റ്റ് കാണണമെങ്കിൽ അത് നോക്കാം. അതേപോലെ അതിൽ ലിസ്റ്റ് ഉണ്ട്. കഴിഞ്ഞ വർഷത്തെ റാങ്ക് വെച്ച് കമ്പയർ ചെയ്യാനാണെങ്കിൽ ലാസ്റ്റ് റാങ്ക്, കഴിഞ്ഞ വർഷം കയറിയ ഓരോ റൗണ്ടിലും കയറിയ സീറ്റുകളുടെ ലിസ്റ്റ് കിട്ടും. ഇതൊക്കെ ഇങ്ങനെ ഒരു ലിസ്റ്റ് തന്നെ ഉണ്ടാവും. അതേപോലെ ഏതെങ്കിലുമൊക്കെ ഡിഫക്റ്റ് കൊണ്ട് കുട്ടികളുടെ ഏതെങ്കിലുമൊക്കെ ഡോക്യുമെൻറ്റ് ഡിഫക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലിസ്റ്റ്, ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ടാവും. ഇത് കോമൺ ആയിട്ടുള്ളതാണ്. ഇനി വീണ്ടും നിങ്ങൾ സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോയാൽ, അങ്ങനെ താഴേക്ക് വന്നാൽ ഇവിടെ നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ, അതായത് നിങ്ങൾ ce.kerala സൈറ്റിൽ കയറുമ്പോൾ തന്നെ ആ പേജിൽ തന്നെ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോഴാണ് ഈ സെഷൻ വരിക. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക, ഇവിടെ നിങ്ങളുടെ പാസ്വേഡ് കൊടുക്കുക, ഈ ആക്സസ് കോഡ് ഇവിടെ കൊടുക്കുക, ലോഗിൻ ചെയ്യുക. അങ്ങനെ നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കാൻഡിഡേറ്റ് പേജിൽ വരാം. ഇവിടെ കുട്ടിയുടെ പേരുണ്ടാവും, ഇവിടെ റോൾ നമ്പർ ഉണ്ടാവും, ഇവിടെ കുട്ടി എന്തിനൊക്കെയാണ് അപ്ലൈ ചെയ്തിരിക്കുന്നതെന്നുണ്ടാവും. ഈ കുട്ടി എഞ്ചിനീയറിങ്ങിനും മെഡിക്കൽ അലൈഡിനുമാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഫാർമസിക്ക് അപ്ലൈ ചെയ്തിട്ടില്ല, ആർക്കിടെക്ചറിനും അപ്ലൈ ചെയ്തിട്ടില്ല. അങ്ങനെ അപ്ലൈ ചെയ്ത കുട്ടികൾക്ക് അതൊക്കെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ആർക്കിടെക്ചർ ഉണ്ടെങ്കിൽ ഇവിടെ ആർക്കിടെക്ചറിനും കൂടി ഉണ്ടാവും, ഫാർമസി ഉണ്ടെങ്കിൽ ഫാർമസിന്നും ഉണ്ടാവും. ഇനി കുട്ടിയുടെ പേര്, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, ഫോട്ടോസൊക്കെ ഇവിടെ ഉണ്ടാവും. ഇപ്പം നിങ്ങൾ കാണുന്നത് ഈ കുട്ടിയുടെ പ്രൊഫൈലാണ്, അതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇവിടെ ഡൗൺലോഡ് പെർഫോമേ ഉണ്ടാവും, അതിൻ്റെ ആവശ്യം ഇപ്പോൾ ഇല്ല. റിസൾട്ട് ഉണ്ടാവും, അതായത് എഞ്ചിനീയറിംഗിൻ്റെ എക്സാം എഴുതിയ കുട്ടിയാണെങ്കിൽ എഞ്ചിനീയറിംഗും ഫാർമസിയാണെങ്കിൽ ഫാർമസിയും രണ്ടും ഉണ്ടെങ്കിൽ രണ്ടിൻ്റെയും റിസൾട്ട് ഇവിടെ കിട്ടും. ഇത് അലോട്ട്മെൻറ്റ് റിസൾട്ട്. ഈ അലോട്ട്മെൻറ്റ് റിസൾട്ടിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇനി ഡേറ്റ ഷീറ്റ് എന്ന് പറയുന്ന ഷീറ്റ്, ഈ ഡേറ്റ ഷീറ്റും നിങ്ങൾക്ക് ആവശ്യമുണ്ട്. ഈ ഡേറ്റ ഷീറ്റിലാണ് നിങ്ങൾ എഞ്ചിനീയറിംഗ് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മാർക്ക് എത്രയാണ്, ഇൻഡിവിജ്വലി ഓരോ സബ്ജക്റ്റിനും എത്രയാണ്, നിങ്ങളുടെ റാങ്ക് എത്രയാണ്, നോർമലൈസ്ഡ് സ്കോർ എത്രയാണ്, എല്ലാം ഡേറ്റ ഷീറ്റിലുണ്ടാവും. ഈ ഡേറ്റ ഷീറ്റ് നിങ്ങൾക്ക് PDF ആയിട്ട് എടുക്കാം. അലോട്ട്മെൻറ്റ് റിസൾട്ട് നോക്കാം. ഇത് കാൻഡിഡേറ്റ് റെസ്പോൺസ് എന്ന് പറയുന്നത് നിങ്ങൾ എഴുതിയ എക്സാമിൽ നിങ്ങൾ ചെയ്ത ആൻസർ, ഓരോ ക്വസ്റ്റ്യൻ നിങ്ങൾ ഏതാണ് ആൻസർ ചെയ്തിരിക്കുന്നത്, ഇതൊക്കെയാണ് ഉണ്ടാവുക. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ, ഒന്ന് അലോട്ട്മെൻറ്റ് റിസൾട്ടും, രണ്ട് ഡേറ്റ ഷീറ്റുമാണ്. ഈ ഡേറ്റ ഷീറ്റ് പിന്നീടാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. ആ സമയത്ത് കോളേജിൽ പോകുന്നതിന് മുമ്പ് ഡൗൺലോഡ് ചെയ്താലും മതി, വേണമെങ്കിൽ ഇപ്പോഴും ഡൗൺലോഡ് ചെയ്ത് വെക്കാം, അതിൽ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പ്രധാനമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഈ അലോട്ട്മെൻറ്റ് റിസൾട്ട് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു PDF കിട്ടും, അലോട്ട്മെൻറ്റ് റിസൾട്ട്. അപ്പോൾ ഈ ഒരു പേജിലേക്ക് വരും, PDF അല്ല, ഈ ഒരു പേജിലേക്ക് വരും. അപ്പോൾ അലോട്ട്മെൻറ്റ് റിസൾട്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്തപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ള പേജിലേക്ക് വന്നു. അവിടെ കുട്ടിയുടെ ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടാവും, കുട്ടിയുടെ പേരുണ്ടാവും, ഏത് കോഴ്സിനാണ് കിട്ടിയിരിക്കുന്നത് നോക്കുക. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഡിസൈൻ ആണ് കിട്ടിയിരിക്കുന്നത്. ഏത് കോളേജിലാണ്? ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കോഴിക്കോടാണ് കിട്ടിയിരിക്കുന്നത്. ഗവൺമെൻറ് കോളേജാണ്, കോളേജ് ടൈപ്പ് ഉണ്ട്, സീറ്റ് ടൈപ്പ് സ്റ്റേറ്റ് മെറിറ്റാണ്. ഇനി നിങ്ങൾ നോക്കിയാൽ രണ്ട് കാര്യങ്ങൾ കാണാം. ഒന്ന് പേയ്മെൻറ്റ് ടു CEയും ഉണ്ട്, ഒന്ന് പ്രിൻ്റ് അലോട്ട്മെൻറ്റ് മെമ്മോ. ഇതാണ് നമ്മൾ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്ത് വെക്കണമെന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അലോട്ട്മെൻറ്റ് റിസൾട്ട് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഇത് കാണുക. അപ്പോൾ ഞാൻ ആദ്യം ഈ അലോട്ട്മെൻറ്റ് മെമ്മോയുടെ ഡീറ്റെയിൽ പറയാം, പിന്നീട് പേയ്മെൻറ്റ് ടു CE പറയാം. ഇപ്പോൾ തൽക്കാലം പ്രിൻ്റ് അലോട്ട്മെൻറ്റ് മെമ്മോ ഇത് നിങ്ങൾ ക്ലിക്ക് ചെയ്തു എന്ന് വിചാരിക്കാം, ഈ റൈറ്റ് സൈഡിലെ ബട്ടൺ. അങ്ങനെ നിങ്ങൾ ക്ലിക്ക് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഒരു PDF ആയിട്ട് ഈ സാധനം കിട്ടും, അലോട്ട്മെൻറ്റ് മെമ്മോ. അലോട്ട്മെൻറ്റ് മെമ്മോയിൽ കുട്ടിയുടെ ഫോട്ടോയൊക്കെ ഉണ്ടാവും, കുട്ടിയുടെ റോൾ നമ്പർ, ആപ്ലിക്കേഷൻ നമ്പർ, കുട്ടിയുടെ പേര്, എഞ്ചിനീയറിംഗ് റാങ്ക് ഉണ്ടാവും, അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽ ഉണ്ടാവും. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഡിസൈനിന് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കോഴിക്കോട് സ്റ്റേറ്റ് മെറിറ്റിൽ കുട്ടിക്ക് കിട്ടിയിരിക്കുന്നു. ഈ അലോട്ട്മെൻറ്റ് മെമ്മോയുടെ താഴേക്ക് വായിച്ച് നോക്കിയാൽ ഫീ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. കോഴ്സ് ഫീ 9650 രൂപയാണ്. സിക്ക് അടയ്ക്കേണ്ടത് 7650 രൂപ. എന്താ കാരണം? ഓൾറെഡി നിങ്ങൾ രജിസ്റ്റർ ചെയ്തപ്പോൾ 2000 അടച്ചു. അപ്പോൾ 9650-ൽ 2000 ഓൾറെഡി അടച്ചിട്ടുണ്ട്, ഇനി 7650 അടയ്ക്കണം. ഇനി നിങ്ങൾക്ക് സംശയമുണ്ടോ? താഴേക്ക് വായിക്കുക. എത്രയാണ്? ₹7650 ടു ബി പെയ്ഡ് ടു CE ഫ്രം. ഈ പറഞ്ഞ എമൗണ്ട് നിങ്ങൾ അടയ്ക്കണം.
ഇവിടെ എത്രയാണോ നിങ്ങൾക്ക് കാണുന്നത് അതാണ് അടയ്ക്കേണ്ടത്. അപ്പോൾ 7650 ഇവിടെ കാണിച്ചിരിക്കുന്നത്. അത് സിഇക്ക് അടയ്ക്കണം എന്ന് ജൂലൈ 9 തുടങ്ങി ജൂലൈ 12 4 PM ഓൺലൈൻ പേയ്മെന്റ് അടയ്ക്കാം. ഇനി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നോക്കിയേ. ആ അലോട്ട്മെന്റ് മെമ്മോയുടെ താഴെ ഡോക്യുമെന്റ്സ് ടു ബി പ്രൊഡ്യൂസ്ഡ് അറ്റ് ദ ടൈം ഓഫ് ജോയിനിങ് അറ്റ് കോളേജ്. കോളേജിൽ ജോയിൻ ചെയ്യാൻ ചെല്ലുമ്പോൾ എന്ത് വേണം? ഡേറ്റ ഷീറ്റ് വേണം. ഞാൻ ഓൾറെഡി തുടക്കത്തിൽ കാണിച്ചു. കുട്ടിയുടെ പ്രൊഫൈലിന് താഴെ ഡേറ്റ ഷീറ്റ് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അത് എടുക്കാം. ഇപ്പോഴല്ല, ഇപ്പം ഇതിൻ്റെ ആവശ്യമില്ല. കോളേജിൽ ജോയിൻ ചെയ്യാൻ ചെല്ലുമ്പോഴാണ് നിങ്ങളിത് കൊണ്ടുചെല്ലേണ്ടത്. അതുപോലെ അലോട്ട്മെന്റ് മെമ്മോ ഓഫ് ദിസ് ഫേസ്. ഇപ്പോൾ ഈ ഫേസിൻ്റെ അലോട്ട്മെന്റ് മെമ്മോ കുട്ടിക്ക് അടുത്ത റൗണ്ടിൽ സീറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ കുട്ടിക്ക് കിട്ടിയ സീറ്റിലേക്ക് ഇപ്പോൾ അടുത്ത റൗണ്ടിൽ കുട്ടിയോട് ജോയിൻ ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ ആ റൗണ്ടിൽ സീറ്റ് കിട്ടിയാൽ പുതിയ അലോട്ട്മെന്റ് മെമ്മോ വരും. ആ റൗണ്ടിൽ സീറ്റ് കിട്ടിയിട്ടില്ല, ഇത് തന്നെയാണ് റീറ്റെയിൻ ആയതെങ്കിൽ ഈ അലോട്ട്മെന്റ് മെമ്മോ ആണ് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഏറ്റവും സേഫ് ഈ അലോട്ട്മെന്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. പ്രിന്റ് എടുക്കണോ വേണ്ടതെന്ന് പിന്നീട് നമുക്ക് ആലോചിക്കാം. ഓക്കെ. ഇനി കാൻഡിഡേറ്റ് ടു പ്രൂവ് സർട്ടിഫിക്കറ്റ് ടു പ്രൂവ് ഡേറ്റ് ഓഫ് ബർത്ത്. കാൻഡിഡേറ്റിന്റെ സർട്ടിഫിക്കറ്റ് ഏതാണ്? ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യാൻ SLC ബുക്കോ SLC ബുക്കോ ബർത്ത് സർട്ടിഫിക്കറ്റോ ഒക്കെ കൊണ്ടുപോകാം. പിന്നെ TC, ലാസ്റ്റ് പഠിച്ച സ്ഥാപനത്തിലെ TCയും കോൺടാക്ട് സർട്ടിഫിക്കറ്റും ഒറിജിനൽ മാർക്ക് ലിസ്റ്റ്, നീറ്റ് UGയുടെ ഇതിന് ബാധകമല്ല. എഞ്ചിനീയറിംഗിൻ്റെതാകുമ്പോൾ ഇത് ബാധകമല്ല. ആർക്കിടെക്ചറിൻ്റെതാണെങ്കിൽ നാറ്റയുടെ സ്കോർ കാർഡും, മെഡിക്കലിൻ്റെതാണെങ്കിൽ നീറ്റ് UGയുടെ സ്കോർ കാർഡും, പിന്നെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമാണെങ്കിൽ ഇത് സ്റ്റേറ്റിൽ പഠിച്ച കുട്ടികൾക്ക് വേണ്ട, അതേപോലെ CBSE പഠിച്ചവർക്ക് വേണ്ട. റെസിപ്റ്റ് ഓഫ് ഫീ റെമിറ്റഡ് ബൈ ഓൺലൈൻ പേയ്മെൻറ്റ്, അതായത് ഈ ഇപ്പോൾ 7650 നമ്മൾ പറഞ്ഞ ആ ഫീ അടച്ചതിൻ്റെ റെസിപ്റ്റ്. പിന്നെ മറ്റ് യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചു വന്നിരിക്കുന്ന ഒരു എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്, ഫിസിക്കൽ ഫിറ്റ്നസ്, അതേപോലെ ഒറിജിനൽ ഡോക്യുമെന്റ്സ്, അന്ന് അപ്ലോഡ് ചെയ്ത എല്ലാത്തിൻ്റെ ഒറിജിനൽ ഡോക്യുമെന്റ്. ഇനി വേറെ ഏതെങ്കിലും ക്ലെയിം ചെയ്യാനുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ. ഇതൊന്നും ഇപ്പം നിങ്ങൾ എടുക്കേണ്ടതില്ല. ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് വീണ്ടും ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ഞാൻ പറയാം. അതായത് അലോട്ട്മെന്റ് മെമ്മോയുടെ താഴെ പറഞ്ഞിരിക്കുന്ന സാധനങ്ങളിൽ ഡേറ്റ ഷീറ്റും അലോട്ട്മെന്റ് മെമ്മോയും ആവശ്യമാണ് എന്നുള്ളത് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഈ 2 സാധനങ്ങൾ ഇപ്പോഴേ ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ നന്നായിരിക്കും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ പ്രിന്റ് അലോട്ട്മെന്റ് മെമ്മോ കൊടുത്ത് അലോട്ട്മെന്റ് മെമ്മോ എടുത്ത് കണ്ടു. ഇനി തിരിച്ച് ഞാൻ ഈ ബട്ടണിലേക്ക് പേയ്മെന്റ് ടു സി എന്ന് ക്ലിക്ക് ചെയ്താൽ, അപ്പോൾ അലോട്ട്മെന്റ് മെമ്മോ എടുത്ത് വെച്ചു. ഇനി നമ്മൾ ബാക്ക് വന്നു, എന്നിട്ട് പേയ്മെന്റ് ടു സി എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. അങ്ങനെ ക്ലിക്ക് ചെയ്തപ്പോൾ നിങ്ങൾ ഇങ്ങനൊരു വിൻഡോയ്ക്ക് വന്നു. ട്യൂഷൻ ഫീ ടു ബി പെയ്ഡ് എത്രയാണ്? 7650 നമ്മുടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ എത്രയാണ് എമൗണ്ട് എന്ന് പറഞ്ഞു. ഇനി നിങ്ങൾ ഈ ഓൺലൈൻ പേയ്മെന്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിലും മറ്റും അല്ലെങ്കിൽ കാർഡ് ഡീറ്റെയിലും മറ്റും കൊടുത്തുകൊണ്ടും ഓൺലൈൻ ട്രാൻസ്ഫർ നിങ്ങൾക്ക് ചെയ്യാം. ഇതാണ് അടയ്ക്കേണ്ട എമൗണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് എങ്ങനെയാണ് നിങ്ങളുടെ അലോട്ട്മെന്റ് റിസൾട്ട് നോക്കുക, എന്താണ് ഡേറ്റ ഷീറ്റ്, എന്താണ് അലോട്ട്മെന്റ് മെമ്മോ, എങ്ങനെയാണ് മെമ്മോ എടുക്കുക, എത്രയാണ് ഫീ എന്നെങ്ങനെ മനസ്സിലാക്കാം, എങ്ങനെയാണ് ഫീ പേ ചെയ്യേണ്ടത്, എല്ലാം ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആണെന്ന് വിചാരിക്കണം. ഇനി മറ്റ് അപ്ഡേറ്റുകൾ വരുമ്പോഴൊക്കെ ഞാൻ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് അല്ലെങ്കിൽ ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ ഇതിന്റെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.